കലാമണ്ഡലം സത്യഭാമയ്ക്കൊപ്പം യൂട്യൂബ് ചാനലിനെതിരെയും അഭിമുഖം നടത്തിയ ആൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് RLV രാമകൃഷ്ണൻ. തനിക്കെതിരെ കലാമേഖലയിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. നിരന്തര വിവാദങ്ങൾക്ക് പിന്നിൽ അത്തരം ലോബികളാണെന്നും രാമകൃഷ്ണൻ വ്യക്തമാക്കി. അതേസമയം രാമകൃഷ്ണന്റെ പിന്തുണയുമായി സുരേഷ് ഗോപി രംഗത്തെത്തി. കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെയും യൂട്യൂബ് ചാനലിനെതിരെയും ഇന്റർവ്യൂ എടുത്ത ആൾക്കെതിരെയും പരാതി നൽകുന്നത് സംബന്ധിച്ച് നിയമവിദഗ്ധരോട് ഉപദേശം തേടിയിട്ടുണ്ട് RLV രാമകൃഷ്ണൻ. അധിക്ഷേപത്തിന്റെ ബാക്കി പത്രമായി ഇനിയും വിവേചനം അവശേഷിക്കരുത്. കറുത്തവർ മോഹിനിയാട്ടം ചെയ്യരുതെന്ന ചിന്താഗതിക്കെതിരെയാണ് തന്റെ പോരാട്ടം. എന്നെയാണ് ആക്ഷേപിച്ചതെങ്കിലും ഈ ആക്ഷേപത്തിലുള്ള ഒരു സമൂഹത്തെ ആകമാനമാണ് ആക്ഷേപിച്ചത് ആയി നമ്മൾ കണ്ടത്. സമൂഹത്തിൽ സ്പർദ്ധ വരുത്തുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം അത് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിനെതിരെയും പ്രത്യക്ഷത്തിലും അതുപോലെ തന്നെ ഈ അഭിമുഖം നടത്തിയ വ്യക്തിയുടെ പേരിലും നമ്മൾ നിയമ നടപടികൾക്കായിട്ട് മുന്നോട്ട് പോകും. RLV രാമകൃഷ്ണനെതിരെ സത്യഭാമ നടത്തിയ വർണ്ണവിവേചനം വലിയ പ്രതിഷേധത്തിനിടയാക്കിയതിന് പിന്നാലെ തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും പിന്തുണയുമായി രംഗത്തെത്തി. തന്റെ കുടുംബക്ഷേത്രത്തിൽ രാമകൃഷ്ണനായി വേദിയൊരുക്കും. രാമകൃഷ്ണനെ ഫോണിൽ വിളിച്ച് ക്ഷേത്രത്തിലേക്ക് പരിപാടിക്കായി ക്ഷണിക്കുകയും ചെയ്തു. റെക്കോർഡിംഗ് ഇട്ട് എന്റെ ദേവിയുടെ മുമ്പിൽ വന്ന് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എന്റെ നവോത്ഥാന പ്രവർത്തനം ഇങ്ങനെയാണ്. ഇത് എന്നാ ഡേറ്റ് സാറേ? 28 ഈ മാസം. മാതൃഭൂമി ന്യൂസ് തൃശൂർ.